ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കീസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കീസ് എന്ന് പറയുമ്പോൾ ഇതിൽ മൈദയോ ബട്ടറോ ഓയിലോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം 4 മുട്ടയുടെ മഞ്ഞയും വെള്ളവും കൂടെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, എഗ് വൈറ്റിലേക്ക് ഒട്ടും തന്നെ എഗ് യോക്ക് ആവാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിഫായി കിട്ടില്ല. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലോ അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡിലോ ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ 4 മുട്ടയുടെയും എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എഗ് വൈറ്റിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മുടെ മുട്ടയുടെ വെള്ള ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അടിയിലെ പാത്രത്തിലെ വെള്ളം ചൂട് കൂടുതലാവാതെ ശ്രദ്ധിക്കണം. പഞ്ചസാര മുഴുവനായിട്ടും മെൽറ്റായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് തൊട്ട് നോക്കുക. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ചൂടോടെ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്, ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നല്ല സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 7-8 മിനിറ്റ് തുടർച്ചയായി ബീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇങ്ങനെ ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. വേണമെങ്കിൽ കളർ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ 3-4 ഡ്രോപ്സ് പർപ്പിൾ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഞാൻ 2-3 ഡ്രോപ്സ് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ഇനി കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടി കൊടുക്കുക. ഈ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബട്ടർ പേപ്പറിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ബട്ടർ പേപ്പറിൽ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഏതെങ്കിലും ഒരു നോസിൽ ഇട്ട് കൊടുക്കുക. ഞാൻ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇട്ട് കൊടുക്കുക. നമ്മൾ കേക്കിലൊക്കെ ഫ്ലവർ ചെയ്യുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൽ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഇത് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ മൈദ ടെസ്റ്റ് ചെയ്ത് വെച്ചത് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്തത് എനിക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ കുക്കീസ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്